അഞ്ചലിൽ കസ്റ്റഡിയിലെടുത്ത യുവതി സ്റ്റേഷനിൽ വെച്ച് വിഷം കഴിച്ച് സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച. മേലുദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തേക്കും. CPO വിവേക് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നായിരുന്നു യുവതികൾ ഉദ്യോഗസ്ഥന്റെ ബൈക്ക് കത്തിച്ചത്. രണ്ട് ദിവസം മുൻപാണ് കൊല്ലം അഞ്ചലിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിന്റെ ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തിയത്. വീടിന് മുന്നിലെ ഷെഡിൽ അഗ്നിക്കിരയാക്കിയ നിലയിലായിരുന്നു വാഹനം. വീട്ടിലും പരിസരത്തും കരിയോയിലും ഒഴിച്ചു. പരിസരത്ത് നിന്നൊരു ഭീഷണിക്കത്തും കിട്ടി. ബൈക്ക് കത്തിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. വിവേക് ഡ്യൂട്ടി ചെയ്ത സമയത്ത് കോളേജിൽ വെച്ച് ലാത്തി അടിച്ചതിന്റെ വൈരാഗ്യമാണെന്നുള്ള രീതിയിലായിരുന്നു ഭീഷണിക്കത്ത്. എന്നാൽ പുനലൂർ ASP നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികൾ സ്ത്രീകളാണെന്ന് തിരിച്ചറിഞ്ഞു. കൊല്ലം സ്വദേശി ആരതി, ഇടുക്കി സ്വദേശി ഗായത്രി എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി കസ്റ്റഡിയിലിരിക്കെ പ്രതികളിൽ ഒരാളായ ആരതി വിഷം കഴിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി തിരികെ വരുന്നതിനിടയിലായിരുന്നു വിഷം കഴിച്ചത്. ആരതിയുമായുള്ള വിവാഹത്തിൽ നിന്ന് വിവേക് പിന്മാറിയതാണ് അതിക്രമത്തിന് കാരണമായി വിലയിരുത്തുന്നത്. കസ്റ്റഡിയിലിരിക്കെ പ്രതി വിഷം കഴിച്ചത് ഗുരുതര വീഴ്ചയായതിനാൽ സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാനാണ് സാധ്യത. വിഷം കഴിച്ച ആരതി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെളിവെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതികൾക്കെതിരെ കൃത്യമായ വകുപ്പുകൾ ചുമത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ന്യൂസ് മലയാളം, കൊല്ലം.